1024 ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന് നേരെ മഹമ്മൂദ് ഗസ്നി നടത്തിയത് വെറുമൊരു ആക്രമണമായിരുന്നില്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തിനു മേലുള്ള ആഘാതമായിരുന്നു. അക്കാലത്ത് കാശി, മധുര, ഉജ്ജയിൻ തുടങ്ങിയ സ്ഥലങ്ങൾ ആവർത്തിച്ച് ലക്ഷ്യം വയ്ക്കപ്പെട്ടു. ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു, ആചാരങ്ങൾ ആക്രമിക്കപ്പെട്ടു, ജനങ്ങൾക്കുമേലുള്ള ക്രൂരതകൾ വർദ്ധിച്ചു. ഭാരതത്തിൻ്റെ സ്വത്വം തന്നെ ഇല്ലാതാകുമെന്ന് തോന്നിച്ച നാളുകളായിരുന്നു അത്. എന്നാൽ 1767 മുതൽ 1795 വരെയുള്ള കാലഘട്ടത്തിൽ തകർക്കപ്പെട്ട ഈ ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കുക മാത്രമല്ല, അനേകം പുതിയ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത ഒരു രാജ്ഞി ഉദയം ചെയ്തു. അവരുടെ പേരാണ് അഹല്യാബായി ഹോൾക്കർ. 18-ാം നൂറ്റാണ്ടിലെ അസ്ഥിരമായ സാഹചര്യത്തിൽ എവിടെയൊക്കെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടോ അവിടെയൊക്കെ അവ പുനർനിർമ്മിക്കുമെന്ന് അഹല്യാബായി തീരുമാനിച്ചു. അത് അവർ പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്തു. 1754 രാജസ്ഥാനിലെ ഭരത്പൂരിനടുത്തുള്ള കുംഹേറിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ അവരുടെ ഭർത്താവ് ഖണ്ഡേറാവു കൊല്ലപ്പെട്ടു. 1766 ഭർത്തൃപിതാവ് മൽഹാർ റാവു അന്തരിച്ചു. ഇതോടെ ഭരണഭാരമേൽക്കാൻ ദേവി അഹല്യാബായി നിർബന്ധിതയായി. വ്യക്തിപരമായ നഷ്ടങ്ങളും പ്രാരംഭഘട്ടത്തിലെ വെല്ലുവിളികളും അതിജീവിച്ച് അവർ ഭരണനിർവഹണം അതിവിദഗ്ധമായി കൈകാര്യം ചെയ്തു. ഈ കാലയളവിൽ പലതവണ തകർക്കപ്പെട്ട കാശി വിശ്വനാഥ ക്ഷേത്രം അഹല്യാബായി ഹോൾക്കർ പുനർനിർമ്മിച്ചു. വാരണാസിയിലെ മണികർണിക ഘട്ട് നിർമ്മിച്ച് കാശിയുടെ പഴയ പ്രതാപം അവർ തിരികെ കൊണ്ടുവന്നു. ഇതുമാത്രമല്ല, ഹരിദ്വാർ, ഉജ്ജയിൻ, ഗയ, നാസിക്, ബദരിനാഥ്, കേദാർനാഥ് എന്നിങ്ങനെ രാജ്യത്തുടനീളം നൂറുകണക്കിന് ക്ഷേത്രങ്ങളും ഘട്ടുകളും ധർമ്മശാലകളും അവർ പണികഴിപ്പിച്ചു. തൻ്റെ ജീവിതകാലത്ത് നൂറുകണക്കിന് പുണ്യസ്ഥലങ്ങൾ നിർമ്മിക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാവപ്പെട്ടവർക്കും യാത്രക്കാർക്കും ദിവസവും സൗജന്യ ഭക്ഷണം നൽകുന്ന സദാവൃതം പല ഇടങ്ങളിലും അവർ ആരംഭിച്ചു. 1795 ഓഗസ്റ്റ് 13-നാണ് ദേവി അഹല്യാബായി അന്തരിച്ചത്. ഇന്ന് അവർ നമുക്കിടയിൽ ഇല്ലെങ്കിലും തൻ്റെ കർമ്മങ്ങളിലൂടെ അവർ അമരയായി മാറി. ഒരു സ്ത്രീ ഉറച്ച തീരുമാനമെടുത്താൽ ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ കഴിയുമെന്ന് അഹല്യാബായി ഹോൾക്കർ തെളിയിച്ചു. അവർ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ ഈ അചഞ്ചലമായ സന്ദേശവുമായി ഇന്നും നിലനിൽക്കുന്നു.